رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. صدق الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لممته سنتنا أهي الليل ميلا أنستكت قدما كل من ذرني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل
كل وصال دائما أبدا على حبيبك خير الخلق كلهم مدينة 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 മനസ്സിൽ മധുരിതരാഗം മദീന മദീന മഹബൂബിൻ തിരുഗേഹം മദീന മദീന ഇഷ്ടില പെയ്തിറങ്ങും പുണ്യമദീന ഇറയോന്റെ ആശ ധന്യമദീന സെൽവൈ കാട്ടി തന്ന റസൂലിൻ പുണ്യമദീന സയ്യിദിൻ പാദം പദച്ചലമേകിയ ധന്യമദീന സെൽവൈ കാട്ടി തന്ന റസൂലിൻ പുണ്യമദീന സയ്യിദിൻ പാദം പദച്ചലമേകിയ ധന്യമദീന ആശിക്കുന്ന സഖിൽ കനവ് നിറച്ച് നിന്ന മദീന ആശിച്ചുറപ്പൽ ഞാനത് കാണാൻ നിന്റെ മദീന 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 ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ നമ്മുടെ മഹല്ല് ഖതീബ് നമ്മുടെ നാടിന്റെ എല്ലാമെല്ലാമായ ബഹുമാനരായ സിറാജുദ്ദീൻ തഖാഫി ഉസ്താദ് മാദിൻ ഉസ്താദ് ബഹുമാനരായ ഹുസൈൻ ഉസ്താദ് അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റി കാര്യദർശി മസൂർ സാഹിബ് അതേപോലെ നമ്മുടെ മുഅ്മിനുൽ ഇസ്ലാം ഇംഗ്ലീഷ് അസോസിയേഷന്റെ പ്രസിഡന്റ് അബ്ദുള്ള അതുപോലെ മറ്റു നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഇംഗ്ലീഷ് അസോസിയേഷന്റെ കരുത്തരായ ദീനിന്റെ കാവൽഭടന്മാർ നാട്ടിലെ കാരണവന്മാരായ എന്റെ രക്ഷിതാക്കൾ യുവാക്കൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നല്ലവരായ ഉമ്മ പെങ്ങന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തെ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വളരെ ധന്യമായ സദസ്സ് ലോകം മുഴുവൻ ആത്മീയ രീതിയിൽ നീന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ പേരിൽ കഴിച്ചുവരാറുള്ള അജ്മീർ സദസ്സ് അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ 2 ദിവസത്തെ പരിപാടി നാളെയും ഇതിന്റെ സമാപന പരിപാടി ബഹുമാനരായ കില്ലൂർ തങ്ങൾ ഉസ്താദും പ്രഭാഷണ വേദിയിൽ ഇതിഹാസമായ കൊല്ലം വഹാബ് നഈമി ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണങ്ങളിലെല്ലാം നടക്കാനുണ്ട്. ഇന്നും നമുക്ക് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് ബഹുമാനരായ കാവൽക്കട്ട ഹസ്രത്ത്. അല്ലാഹു ആ മഹാരഥന്മാരുടെ മനസ്സറിഞ്ഞ പൊരുത്തം കിട്ടിയ യഥാർത്ഥ ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ നാടിന്റെ ചലനങ്ങളെല്ലാം ഇവിടെ സംഘാടകരിൽ നിന്നും ഉസ്താദ്മാരിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ചെറിയൊരു മഹല്ല, എന്നാലും ഈ നാടിന്റെ പരിസരങ്ങളും മറ്റും കാണുമ്പോൾ നമ്മുടെ പരിപാടി സംവിധാനിച്ചതെല്ലാം കാണുമ്പോൾ വലിയൊരു
വിപുലമായ രൂപത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സാമ്പത്തികം അതൊന്നും ഒരു വിഷയമാകാതെ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നാടുകളിൽ പോയി ഒരു കണക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യം നടത്തി അതിനൊന്നും തുനിയാതെ നമ്മുടെ നാട്ടിലുള്ള ചുരുക്കം മഹലിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ അതുപോലെ നാട്ടിൽ ഇന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുമായുള്ള സഹകരണത്തോടുകൂടെ നടത്തുന്ന നല്ലൊരു പരിപാടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആരെല്ലാം ഏതെല്ലാം ഭാഗങ്ങളിലുണ്ട് അല്ലാഹുവിനറിയാം. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പ്രത്യേകിച്ചും ഒരു വിഷയമൊന്നും സംഘാടകരെ ഏൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം കാര്യങ്ങൾ പൊതുവായി ചർച്ച ചെയ്യാം. പ്രത്യേകിച്ചും നമ്മളുടെ വിശ്വാസപരമായ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ഉതകുന്ന ആഖിറം വിജയിക്കാൻ മുഖ്യ കാരണമായ നമ്മുടെ വിശ്വാസം അത് നിലനിർത്തലാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു നമ്മളിൽ നിന്ന് പറയുന്നതും കേൾക്കുന്നതെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമുഖം നെട്ടിപ്പറയാതെ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മനുഷ്യരായ നമ്മെ അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹുവിന് വേണ്ടതുപോലെ ആ മലക്കുകൾ ഇബാദത്തെല്ലാം ചെയ്തിരുന്നു. എന്നാലും മനുഷ്യരായ നമ്മെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അഥവാ നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പടക്കുന്നതിന് മുമ്പ് ഒരു കൂടിയാലോചന മലക്കുകളുമായി നടത്തിയപ്പോൾ അവർ പോലും ചോദിച്ചു, എന്തിനാണ് റബ്ബേ പരസ്പരം കൊലയും അതുപോലെ ചോര ചിന്തുന്ന ഒരു സമൂഹത്തെയും മനുഷ്യവർഗത്തെ എന്തിനു പടക്കണം? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളില്ലേ? അല്ലാഹു ആ സമയത്ത് പറഞ്ഞതാ, നിങ്ങളറിയാതെ പലതും എനിക്കറിയാം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനത്തിനനുസരിച്ച് ആദ്യത്തെ മലക്കായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടക്കുകയും അങ്ങനെ ഓരോ കാലഘട്ടത്തേക്കും നൂഹ് നബി, ഇദ്രീസ് നബി, മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, അവസാനം 1,24,000-ൽ പരം വരുന്ന അംബിയാ മുർസലിങ്ങൾ, മറ്റൊരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ 2,00,000-ൽ പരം വരുന്ന അംബിയാ മുർസലിങ്ങൾ, അവരെല്ലാവർക്കും ശേഷം അവരെ ഓരോ കാലഘട്ടത്തേക്കും ആ നാടിനെ സംസ്കരിക്കാൻ സമർപ്പിക്കാൻ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. എന്നാൽ അവസാനത്തെ പ്രവാചകരായി നമ്മുടെ നേതാവ് സാദിഖുൽ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പടക്കുകയാണ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നേതാവിന്റെ പ്രകാശത്തെ നൂറിന് അല്ലാഹു പടച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ രൂപത്തിൽ സംവിധാനിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ മറ്റുള്ള ജീവികൾക്ക് നൽകുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് ചെയ്തു തന്നു. എണ്ണമറ്റ അനുഗ്രഹങ്ങളാ മനുഷ്യരായ നമുക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. നമ്മളതാരും ഓർക്കുന്നില്ല. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ബുദ്ധിയും വിവേകശക്തിയും അല്ലാഹു നമുക്ക് തന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു മെഷീനെ പോലെ നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും സദാസമയവും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളാരും അറിയുന്നില്ല. അവന്റെ അനുഗ്രഹങ്ങളുടെ ഫലമായ നമ്മുടെ ഓരോ അവയവങ്ങൾ പോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വായുവും ഓക്സിജനും ശ്വാസവും നമ്മൾ വേണ്ടതുപോലെ ആവാഹിച്ച് അകത്തളങ്ങളിലേക്ക് നമ്മൾ മൂക്കിലൂടെ വായുവിലൂടെ നമ്മൾ ശ്വാസം വലിച്ചെടുക്കുമ്പോൾ ആ ശ്വാസത്തിൽ ആ വായുവിൽ ഏതെങ്കിലും രൂപത്തിലുള്ള മാലിന്യങ്ങളോ അല്ലെങ്കിൽ പ്രതിപടലങ്ങളോ ഉണ്ട് എങ്കിൽ അതുപോലും ഫിൽറ്റർ ചെയ്യാൻ, അത് നമ്മുടെ മൂക്കിൽ ഒട്ടിപ്പിടിക്കാൻ പോലും മൂക്കിന്റെ അകത്തളങ്ങളിൽ രോമങ്ങളെ പോലും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം മിക്ക സമയങ്ങളിലും അത് ഹാർട്ട് ഇങ്ങനെ സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ശരീരത്തില് ബ്ലഡ് രക്തം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്, അതേപോലെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, അതേപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാ. വൈതഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. എണ്ണമറ്റ അനുഗ്രഹങ്ങളാ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ നമുക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. ആ വിധത്തിൽ വലിയ അനുഗ്രഹങ്ങളാ നമുക്ക് റബ്ബ് ചൊരിഞ്ഞു തന്നത്. ആ റബ്ബിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് നമ്മൾ ഹറാമ് കണ്ടാൽ, അല്ലാഹു തന്ന ചെവി കൊണ്ട് നമ്മൾ ഹറാമ് കേൾക്കാനിടവന്നാൽ, അല്ലാഹു തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നമ്മൾ നടന്നുപോയാൽ, അല്ലാഹു തന്ന വലിയ അനുഗ്രഹമായ കൈകൊണ്ട് ഹറാമ് പിടിച്ചാൽ, ഹറാമിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയാൽ, അല്ലാഹു നമ്മെ വെറുതെ വിടുമോ? അല്ലാഹുവിന് നമ്മുടെ അധികാരം തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ റബ്ബ് പറയുകയാ, നീ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നമ്മുടെ കണ്ണ് പതിയുമ്പോ ഈ കണ്ണിന്റെ ശേഷി നമ്മുടെ യജമാനനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിന് തിരിച്ചെടുക്കാം. പക്ഷേ റബ്ബ് തിരിച്ചെടുത്തില്ലല്ലോ. നമ്മുടെ കേൾവിശക്തി അല്ലാഹു തിരിച്ചെടുത്തിട്ടില്ല. കാരണം അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാ, അങ്ങേറ്റം വലിയ സ്നേഹമുള്ളവനാ, കാരുണ്യമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. നമ്മൾ മനുഷ്യരുടെ ഇടയിൽ തന്നെ, ഉദാഹരണത്തിന് ഈ നാട്ടുകാരെനിക്കൊരു പ്രസംഗിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കി തരികയാ. വലിയൊരു വേദി സ്റ്റേജ് ഇവിടെ ഒരുക്കി തന്നിട്ട് ഞാൻ വന്നിട്ട് ദീനിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഇവിടെ പ്രഭാഷണം നടത്തിയാൽ എന്നോട് സംഘാടകര് പറയും, മൗലാരെ നിങ്ങളെ പ്രസംഗം അവിടെ നിർത്തിക്കളയണം. അതല്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങളൊരു പേന എഴുതാൻ വേണ്ടി വാങ്ങുകയാണ്. ആ പേന കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുത്താതെ എന്തെങ്കിലും നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളിൽ നിന്ന് പേന തിരിച്ചു വാങ്ങൂലേ? ഇത് മനുഷ്യരായ നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണെങ്കിൽ എന്നെയും നിങ്ങളെയും പഠിച്ച രാജാതിരാജനായ അല്ലാഹ്, ആ റബ്ബ് നമ്മുടെ ഒരൊറ്റ അനുഗ്രഹങ്ങളും നല്ല തന്ന കഴിവുകൾ ഒരു നിലക്കും തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല, നമ്മെ കോലം മാറ്റിയിട്ടില്ല. എത്ര അനുഗ്രഹങ്ങളാ! മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദിൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ, നമ്മുടെ വെറും കൈകൊണ്ട് മാത്രം നമ്മൾ എത്ര ഉപയോഗങ്ങളാ ദിവസേന ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൈകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ കൈകൊണ്ട് എത്ര ഉപകാരമാണ് നമ്മൾ ദിവസേന എടുക്കുന്നത്. ഈ കൈയെങ്ങാനും നമ്മൾ ഇങ്ങനെ അടക്കി വെച്ചാ അവിടെ അങ്ങനെ തന്നെ ഒതുങ്ങി നിൽക്കുന്നതാ. ഈ കൈയെങ്ങാനും ഉയർത്താൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ തലയേക്കാളും മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ? മുകളിലുള്ള വസ്തുക്കൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്, കൈയുള്ള വസ്തുക്കൾ മേലെ ഭാഗത്തേക്ക് വലിച്ചെറിയാൻ സാധിക്കുന്നുണ്ട്. പോരാ, എത്ര അനുഗ്രഹങ്ങളാ! നമ്മളൊന്ന് കുനിഞ്ഞെന്നാൽ ഭൂമിയുടെ അഥവാ മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറി വിഭവങ്ങളല്ല നമ്മൾ പറിച്ചെടുക്കുകയാ, നമ്മുടെ കൈകൊണ്ട് നമ്മൾ കളച്ചെടുക്കുകയാ. അതേപോലെ നമ്മളെങ്ങാനും ഇത് കുളിക്കുന്ന സമയത്ത് ശരീരത്തിലേക്കൊന്ന് സോപ്പ് തേക്കണമെന്ന് തോന്നുമ്പോ കൈയിന്റെ സഹായം കൊണ്ട് സോപ്പ് തേൽക്കുകയാ. നമ്മൾക്കൊന്ന് ശരീരമൊന്ന് ചൊറിയാൻ തോന്നുമ്പോഴോ കൈയിന്റെ സഹായം കൊണ്ട് ചൊറിയുകയാ. ഇനി നമ്മളോട് ഒരാളോട് സംസാരിക്കുമ്പോ ആ നമ്മുടെ മുമ്പിലുള്ള സുഹൃത്തിന് നമ്മുടെ സംസാരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അതെനിക്കൊന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലൂടെ ആംഗ്യം കാണിക്കുകയാ.
നമ്മുടെ മുമ്പിലുള്ള മനുഷ്യനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാ. അതേപോലെ തന്നെ നമ്മളിന്ന് അക്കരയിലേക്ക് പുഴ കടന്നിട്ട് നീന്തിക്കടക്കണമെന്ന് തോന്നുമ്പോ ഈ കയ്യിന്റെ സഹായം കൊണ്ട് നീന്തി കടക്കുകയാണ്. നമ്മൾക്കൊരാളെ അടിക്കാൻ വരുമ്പോ നമ്മൾ തടുക്കുന്നു കൈകൊണ്ട്. ഇനി ഒരാൾക്ക് അടിക്കാൻ തോന്നുമ്പോ കൈകൊണ്ട് അടിക്കുകയാ. ഇനി നമ്മൾ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു വസ്തു തട്ടിയിട്ട് നമ്മൾ വീഴാനൊരുങ്ങുമ്പോ നമ്മൾ കൈ കുത്തിയിട്ട് രക്ഷപ്പെടുകയാ. അഹങ്കാരിയായ മനുഷ്യനാണെങ്കിൽ പറയും, എടാ മനുഷ്യ, ഞാൻ നടന്നു പോകുമ്പോ വീഴാനൊരുങ്ങുകയായിരുന്നു, കല്ല് തട്ടിയിട്ട് ഞാൻ വീഴുമ്പോ ഞാൻ കൈ കുത്തിയിട്ടാ രക്ഷപ്പെട്ടതെന്നവൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ കൈ കുത്തി പോവുകയാണ്. കൈ കുത്തുകയല്ല, കൈ കുത്തി പോവുകയാണ്. അതുകൊണ്ട് ശരീരത്തിലേക്ക് പരിക്ക് പറ്റുന്നില്ല, മുറിവ് പറ്റുന്നില്ല, മസ്തിഷ്കാഘാതം സംഭവിക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഉമ്മമാർ വീടുകളിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോ ഉമ്മമാര് അടുപ്പിന്റെ അരികിൽ നിന്നിട്ട് പാത്രങ്ങൾ എടുത്തു വെക്കുകയാണ്, വിറകുകൾ ഒതുക്കി വെക്കുകയാണ്. അവരുടെ ശരീരത്തിലേക്ക്, വസ്ത്രങ്ങളിലേക്ക് ഒരു നിലക്കും തീ ഒരു നിലക്കും തട്ടുന്നില്ല, സ്പർശിക്കുന്നില്ല. കാരണം കൈയിന്റെ സഹായം കൊണ്ട് ദൂരെ നിന്ന് മുഴുവൻ ഉപയോഗങ്ങളും ഉപകാരങ്ങളും കൈയുടെ സഹായം കൊണ്ട് എടുക്കുകയാ. ഏതെല്ലാം വിധത്തിലാ ഈ കയ്യൊന്ന് ചുരുട്ടിപ്പിടിച്ചാൽ ഒരു മുട്ടിയാണ്, മലർത്തി വെച്ചാൽ ഒരു സ്പൂണാണ്, കമിഴ്ത്തി വെച്ചാൽ ഒരു മാന്തിയാ. നമ്മുടെ വിരലുകളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു ഇറുക്കയാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിന്റെ ഉപയോഗങ്ങൾ നമ്മൾ സാധാരണ മീൻ മുറിക്കാൻ വേണ്ടി, മത്സ്യങ്ങൾ മുറിക്കാൻ വേണ്ടി, പച്ചക്കറി മുറിച്ചെടുക്കാൻ വേണ്ടി, അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി, നമ്മളൊന്ന് അരക്കാൻ വേണ്ടി എല്ലാം കയ്യിന്റെ ഉപയോഗമല്ലേ എടുക്കുന്നത്. ഈ കയ്യിന്റെ വ്യത്യസ്തത നിങ്ങൾക്കറിയുമോ? എത്ര കോടാനിക്കോടി ആളുകളാണ് ലോകത്ത് കഴിഞ്ഞുപോയത്. ഇത് എത്ര കോടാനിക്കോടി ആളുകളാ ജീവിക്കുന്നത്. ഇത് എത്ര ആളുകളാ കടന്നു വരാനുള്ളത്. പക്ഷേ ഒരാളുടെയും കയ്യിന്റെ വിരലിന്റെ അടയാളം ഒരാളുടെ വിരലുമായി സാമ്യതയില്ല. ഒരേപോലത്തെ കയ്യെന്ന് കയ്യിന്റെ അടയാളമെന്ന് പറയാൻ ഒരു നിലക്കും നിവർത്തിയില്ലല്ലോ. ആ വിധത്തിൽ എല്ലാ നിലക്കും അനുഗ്രഹങ്ങളുടെ കലവറയാ അല്ലാഹു മനുഷ്യരായി നമുക്ക് നൽകിയത്. ഈ റബ്ബിനെ നമ്മൾ മറന്നുപോയാ നമ്മെ റബ്ബ് വെറുതെ വിടുമോ? അതേ, നമ്മുടെ കയ്യിന്റെ ഉപയോഗങ്ങൾ ഇതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ സൈൻ ചെയ്യാൻ വേണ്ടി കയ്യൊപ്പ് നടത്തുന്നത്. ഡോക്യുമെന്ററികളിൽ, ആധാരങ്ങളിൽ കയ്യൊപ്പ് ചാർത്തുന്നു. കാരണം നമ്മുടെ വിരലിന്റെ ആകൃതി വ്യത്യസ്തതയാണ്. പല കേസുകൾക്കും കവർച്ചാ കേസുകൾ നടക്കുമ്പോ, മറ്റേതെങ്കിലും കേസുകൾ വരുമ്പോ പോലീസുകാർ വന്നിട്ട് വിരലടയാള വിദഗ്ധർ വന്നുകൊണ്ട് കയ്യിന്റെ അടയാളത്തിനനുസരിച്ചുകൊണ്ടാണ് പല കേസുകൾക്ക് പോലും തുണ്ടുണ്ടാക്കുന്നതെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ വ്യത്യസ്തതയിൽ പടച്ച റബ്ബ്, ആ റബ്ബ് വല്ലാത്ത റബ്ബാണ്. അവനെ മനസ്സിലാക്കാനുള്ള എല്ലാ അവസരങ്ങളും അല്ലാഹു നമ്മുടെ ശരീരത്തിൽ തന്നെ തന്നു. ഇനി നമ്മളന്ന് അതേ ഭക്ഷണം പാചകം ചെയ്യുന്നു. ആ പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ തൊള്ളയിലേക്ക്, വായിലേക്ക് നീട്ടുകൊടുത്താൽ ആ ഭക്ഷണം നമ്മുടെ അകത്തേക്ക് അങ്ങനെ തന്നെ കടക്കുന്നില്ല. വായയിൽ അരവ് നടക്കുകയാ. അരവ് നടന്നില്ല എങ്കിൽ ഭക്ഷണം അങ്ങനെ തന്നെ കടന്നുപോയാൽ അത് ദഹിക്കാതെ വലിയ പ്രശ്നം വരും, ആരോഗ്യപരമായ പ്രശ്നം സംഭവിക്കും. അതുകൊണ്ടാ റബ്ബ് സംവിധാനിച്ചത് നമ്മുടെ വായയിൽ അരവ് നടക്കുകയാ. നമ്മൾ ഭക്ഷണങ്ങൾ വായയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഗ്രൈൻഡറിൽ പോലെ നമ്മുടെ വായയിൽ അരവ് നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. നമ്മുടെ താടിയെല്ല് വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു, അനങ്ങുന്നു. എല്ലാ നിലക്കും നമുക്ക് മാറ്റിത്തിരിക്കാൻ പറ്റുന്നുണ്ട്. മുകളിലുള്ള പല്ലിന്റെ സെറ്റ് അനക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ?
നമ്മുടെ വീടുകളിൽ ഗ്രൈൻഡറുണ്ട്, അമ്മിക്കുട്ടിയുണ്ട്. നമ്മുടെ പ്രത്യേകിച്ചും കർണാടകയിലും നമ്മുടെ കാസർഗോഡൻ ഭാഗങ്ങളിൽ കടയങ്കൽ എന്ന് പറയും. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ കടയങ്കൽ നമ്മുടെ വീടുകളിൽ സാധാരണ ഒരു ഉപകരണമാണല്ലോ. ഈ കടയങ്കലിൽ നമ്മളന്ന് അരക്കുമ്പോ കുട്ടിയും ആ കല്ലും ഒരേ സമയത്ത് അനങ്ങിയാൽ അരവ് നടക്കൂല. ഉമ്മമാർക്കറിയാം, ഒന്നുകിൽ കല്ല് അനങ്ങണം, കുട്ടി നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ അനങ്ങണം, കല്ലെന്നിങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുത്താൽ അതിലുള്ള ഭക്ഷണപ്പൊടികേട് പദാർത്ഥങ്ങളെല്ലാം പൊടിയാവുകയാണ്, അരയുകയാണ്. ഇടയ്ക്ക് ഉമ്മമാരെ വെള്ളം ചേർത്ത് കൊടുക്കും. എന്തിനു വേണ്ടിയാ? അരവ് സുഖമായി നടക്കാനാണ്. എന്നാൽ അതുകൊണ്ടാ റബ്ബ് ആ അധികാരം എല്ലാവർക്കും ലോകം തന്നെ പഠിച്ചു നിയന്ത്രിക്കുന്ന റബ്ബ് നമ്മുടെ വായിൽ ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കും. ഉമിനീര്, തുപ്പുനീര് ഇടയ്ക്ക് പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. എന്നിട്ട് നമ്മുടെ താടിയല് വലത്തോട്ടും പിന്നോട്ടും മുന്നോട്ടും ഇടത്തോട്ടും അത് ചലിക്കുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തുള്ള പല്ലിന്റെ സെറ്റ് നിന്ന് കൊടുക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ അരവ് സുഖമായി നടക്കുകയാ. ആ പൊടിഞ്ഞ ആ വരഞ്ഞുപോയ വസ്തുക്കളെല്ലാം, ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ അന്നനാളത്തിലൂടെ അത് ആമാശയത്തിലേക്ക് ചെല്ലുകയാ. ഒരു മെഷീനിനെ പോലെയാ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്തത്തിന്റെ വില നമ്മൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ട്. ലോകത്ത് എത്ര സംവിധാനങ്ങൾ വർദ്ധിച്ചു. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, വലിയ അറിയപ്പെട്ട വലിയ രൂപത്തിലുള്ള ആതുര ശുശ്രൂഷ സങ്കേതങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ ഒരൊറ്റ ആശുപത്രിയിലും ഫാക്ടറിയിലും ഒരാളുടെയും ബ്ലഡ് ഒരു നിലക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. രക്തം ഒരു സ്ഥലത്ത് പോലും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇത് ഒരാൾക്ക് രക്തം വേണമെന്ന് തോന്നിയാൽ മറ്റൊരു മനുഷ്യന്റെ ബ്ലഡ് എടുത്തിട്ട് മറ്റേ മനുഷ്യർക്ക് കയറ്റി കൊടുക്കുകയാ. ആ സമയത്ത് പോലും ആ ബ്ലഡിന്റെ ഗ്രൂപ്പ് പോലും മാറാൻ പറ്റൂല. അവൻ എ പോസിറ്റീവാണോ, ബി പോസിറ്റീവാണോ, ഓ പോസിറ്റീവാണോ, നെഗറ്റീവാണോ, ഏത് രക്തമാണ് അവനിക്ക് ഏറ്റവും സൂറ്റബിൾ ആയത് അത് മാത്രമേ മറ്റവന്റെ രക്തം ഇവനിക്ക് കയറ്റി കൊടുക്കാൻ പാടുള്ളൂ. ഈ രൂപത്തിൽ എല്ലാവരും ഗ്രൂപ്പ് പോലും മാറ്റാനുള്ള സംവിധാനം ലോകത്തില്ല. ഇത്രക്കും മഹത്വമുള്ള വലിയ മൂല്യമുള്ള രക്തമാ നമ്മുടെ ശരീരത്തിലെ റബ്ബ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്, ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ശരീരം നമുക്ക് തന്നത് അല്ലാഹുവിനെ മനസ്സിലാക്കാനാ. നമ്മൾ റബ്ബിനെ മറന്നു പോവല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഏത് സമയത്തും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആ എന്നെയും നിങ്ങളെയും പടച്ച് ലോകത്തുള്ള സർവ്വതും പടച്ച് ആകാശഭൂമിയും സൂര്യനും ഗാലക്സിയും ലോകത്തുള്ള സർവ്വതും പടച്ച് നിയന്ത്രിച്ച് സൃഷ്ടിതാക്കി പാലിക്കുന്ന രാജാതിരാജനായ അല്ലാഹു, ആ റബ്ബിനെ നമ്മൾ ധിക്കരിച്ച് നടന്നാൽ റബ്ബ് നമ്മളെ ഇപ്പോൾ വെറുതെ വിട്ടേക്കാം. എന്നാലും ഇനിയൊരു ലോകം നമുക്ക് ശാശ്വതമായ ലോകം വരാനുണ്ട്. ഇത് നശ്വരമാണ്, ഇതൊരു പരീക്ഷാ കേന്ദ്രമാണ്, എക്സാം സെന്ററാ ദുനിയാവ്. ഒരു കൃഷിയിടമാണ് ദുനിയാവ്. മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ്. ഈ ദുനിയാവിലെ കാലാകാലം ജീവിക്കാമെന്ന ധാരണ നമുക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നശ്വരമായ ദുനിയാവ്, ഈ ദുനിയാവിലാ നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി മുഴുവനും ഒരുക്കി വെക്കേണ്ടത്. എന്നാൽ അതിന്റെ യഥാർത്ഥമായ റിസൾട്ട്, ഇതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നാളെ ആഖിറത്തിൽ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ,
നമ്മുടെ ശരീരം പറയുന്നതിന് ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാഹ് നമ്മെ വെറുതെ വിടുമോ? നമ്മുടെ ശരീരം യുവാക്കളെ കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കും. ചില ഘട്ടങ്ങളിൽ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടുണ്ടാകാൻ വേണ്ടി നമ്മുടെ മനസ്സ് പറഞ്ഞേക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി വസ്തുക്കളെ നുണയാൻ, ഏതെങ്കിലും പാൻ മസാലകൾക്ക് അടിമപ്പെടാൻ നമ്മുടെ മനസ്സൊന്ന് ഇങ്ങോട്ട് ആജ്ഞാപിച്ച ആ സമയം ആ രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആ കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്ന യഥാർത്ഥമായ ഈമാൻ. നിങ്ങൾക്കറിയുമോ, ബസറ എന്ന് പറയുന്ന നാട് ഇസ്മാഹിൽ റളിയല്ലാഹു തആല അൻഹു റൂഹുൽ ബയാൻ എന്ന് പറയുന്ന പ്രൗഢമായ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന വലിയൊരു ചരിത്രം കാണാം. ഒരു ചെറുപ്പക്കാരൻ കാണാൻ നല്ല സുന്ദരന, അഴകുള്ളവനാ, നല്ല ചന്തമുള്ള, നല്ല ഗ്ലാമർ ചക്കനാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലൂല, ജനങ്ങളോട് സംസാരിക്കൂല. വല്ലാത്ത മടിയാണ്, ലജ്ജയാണ്, നാണമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ പിതാവ്, ചെറുപ്പക്കാരന്റെ പിതാവ് വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ മകൻ, അവൻ അല്ലാഹ് വലിയ സൗന്ദര്യം കൊടുത്തു, പക്ഷേ ഇവന്റെ സൗന്ദര്യത്തിന്റെ പേരില് ഇവന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങൂല, ജനങ്ങളുമായി സംവദിക്കൂല. അങ്ങനെയതാ ഒരു ദിവസം ഈ ചെറുപ്പക്കാരന്റെ പിതാവ് മനസ്സിലാക്കുന്നു, എന്റെ മകൻ ഇങ്ങനെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് മടിയനായി ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എന്റെ മകനെ കൊണ്ട് എനിക്കൊരു ഉപകാരം കിട്ടൂല. ജനങ്ങളുമായി സംസാരിക്കാത്തവനായാൽ ആളുകൾ ഇവനെ മനസ്സിലാക്കൂല, ഇവനറിയാൻ ജനങ്ങളുടെ ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യാൻ ഇവനിക്ക് പറ്റൂല. അതുകൊണ്ട് ഇവനിക്ക് ഏറ്റവും യോജിച്ചൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന വാശിയോടുകൂടെ ഒരു ദിവസം അതാ സുഹൃത്തിന്റെ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുകയാ. നേരെ ചെല്ലുന്ന ബസറ നാട്ടിലേക്ക്. വലിയ കടകളും വലിയ ടെക്സ്റ്റൈൽസുകളും വലിയ രൂപത്തിലുള്ള ആധുനിക സംവിധാനങ്ങളുള്ള രൂപത്തിലുള്ള വലിയ ഉന്നതങ്ങളായ ബിൽഡിങ്ങുകളുടെ എല്ലാം സംഗമ ഭൂമിയാണ് ബസറ എന്ന് പറയുന്ന പ്രദേശം. ആ നഗരത്തിലൂടെ പിതാവ് നടക്കുന്നു. എന്നിട്ട് അതാ ചെല്ലുകയാണ് ഒരു സിൽക്കിന്റെ ടെക്സ്റ്റൈൽസിലേക്ക്, ഒരു സിൽക്ക് കടയിലേക്ക്, ഒരു പട്ട് കടയിലേക്ക് കയറി ചെന്നിട്ട് അങ്ങാടിയിൽ നിന്നിട്ട് അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കുന്നു, അല്ലയോ മുതലാളി, ഈ ടെക്സ്റ്റൈൽസിൽ എന്റെ മകന് യോജിച്ചൊരു ജോലിയുണ്ടോ? ആ സമയത്ത് അതിന്റെ ഉടമസ്ഥൻ പറയുകയാ, നിങ്ങളുടെ മകനിക്ക് ഇവിടെ ജോലി തരപ്പെടുത്തി തരണമെന്നല്ലേ നിങ്ങളെ പറയുന്നത്? ഇവിടെ ഒരു സെയിൽസ്മാനിന്റെ ജോലി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് യോജിച്ച, നിങ്ങളുടെ മകന് യോജിച്ച ജോലിയാണെങ്കിൽ കടന്നു വരട്ടെ, നാളെ മുതൽ തന്നെ ഇവിടെ ജോലി ഏറ്റെടുത്തോട്ടെ. അങ്ങനെയതേ മനുഷ്യന്റെ പിതാവ് വീട്ടിലേക്ക് ചെല്ലുകയാ. മകനോട് പറയുന്നു, മോനെ, എനിക്ക് നല്ല യോജിച്ചൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് മോനെ, അതുകൊണ്ട് എന്റെ കൂടെ നീ നാളെ വരണം. എന്നാൽ വലിയൊരു പട്ടി കച്ചവടം നടത്തുന്നൊരു കടയിലോ നീക്ക് ഞാൻ നല്ലൊരു ജോലി, ഒരു സെയിൽസ്മാനിന്റെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് യജമാനനുമായി സംസാരിച്ച് വന്നതാണ്. നീ ഒരു നിലക്കുള്ള എതിരഭിപ്രായം പറയല്ല മോനെ. ആ സമയത്ത് ആ ഉപ്പ പറയുമ്പോ മകന് പറയുന്നു, ഉപ്പാ, എനിക്ക് ജനങ്ങളുമായി സംസാരിക്കാൻ പറ്റൂല ഉപ്പാ, ഞാൻ ഒരു നിലക്കും കടയിൽ ജോലി, ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യാ ഞാൻ മുതിരൂല ഉപ്പാ. അങ്ങനെ ആ
ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം ജോലി ചെയ്യാൻ വേണ്ടി മനസ്സ് കാട്ടുകയാണ്. പിറ്റേ ദിവസം ഇങ്ങനെ ആ മകനെയും കൂട്ടിയിട്ട് പിതാവ് ബസറ നഗരത്തിലുള്ള വിശാലമായ കട, നഗരങ്ങളുടെ വലിയ ഇടക്കുള്ള ഇങ്ങനെ കടയിൽ കയറി ചെല്ലുന്നു. എന്നിട്ട് ഇന്നലെ കണ്ടുവച്ച സിൽക്കിന്റെ കടയിൽ നിങ്ങളോട് ചോദിച്ചുള്ള എന്റെ മകനൊരു ജോലി വേണം, എന്നാൽ എന്റെ മകനതാ എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്റെ മകൻ ഇന്നു മുതൽ ഇവിടെ ഒരു ഇതിന്റെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ്. അവന് വേണ്ട വിധത്തിലുള്ള കൊടുക്കണം. എന്റെ മകൻ നല്ല ഉഷാറ് ജോലി കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിർവഹിക്കും എന്ന് പറഞ്ഞിട്ട് ധാരണയായിട്ട് ആ പിതാവ് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ മകൻ ജോലി എടുക്കുകയാണ്. സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ കടയിലേക്ക് അങ്ങാടിയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് അവർ കടന്നു വന്നിട്ട് അവർ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പണം കൊടുത്ത് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അതാ ഒരു കിളവിയായ വൃദ്ധയായ പെണ്ണ് വരുന്നത്. ആ പെണ്ണ് വന്നിട്ട് അവിടെ പറയുകയാ, മോനെ എനിക്ക് വസ്ത്രങ്ങൾ വേണം. സെലക്ട് ചെയ്യാൻ സമ്മതം കൊടുക്കുന്നു. അങ്ങനെ ഓരോ വസ്ത്രങ്ങളും സെലക്ട് ചെയ്തിട്ട് പോവാനൊരുങ്ങുമ്പോ പണം കൊടുക്കണമല്ലോ. ക്യാഷ് കൊടുക്കാൻ വേണ്ടി തന്റെ കയ്യിലുള്ള ബാഗിലേക്ക്, ക്യാഷ് ബാഗിലേക്ക് കൈയിട്ട സമയത്ത് പണമില്ല. അസമയത്ത് തന്നെ ആ സ്റ്റാഫിനോട്, ജോലിക്ക് നിന്ന ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ എനിക്ക് ഇന്ന് ക്യാഷ് കൊണ്ടുവരാൻ മറന്നുപോയി. എന്റെ വീട്ടിലാണ് ക്യാഷ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് സാധനങ്ങൾ വസ്ത്രങ്ങളെല്ലാം വേണം. ഏതായാലും ഇതിലേക്ക് യോജിച്ച രൂപത്തിലുള്ള ക്യാഷ് തരണമെങ്കിൽ എന്റെ കയ്യിൽ ക്യാഷുമില്ല. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് എന്റെ കൂടെ മോനെ നിനക്ക് ഞാൻ ക്യാഷ് എന്റെ വീട്ടിൽ നിന്ന് എടുത്തു തരാ, എന്റെ കൂടെ പോരുമോ? ഈ ചെറുപ്പക്കാരൻ ഏതായാലും ചിന്തിക്കുകയാണ്, കച്ചവടം നടത്തിക്കഴിഞ്ഞു, പണം കൊടുക്കണം യജമാനനിക്ക്, പക്ഷേ കൊടുക്കാൻ ക്യാഷില്ല. ഉമ്മ പറയുന്നത് വീട്ടിൽ ബാക്കിയാണ്. ആ വന്ന വൃദ്ധയായ പെണ്ണ് പറയുന്നത് വീട്ടിൽ കൊണ്ടുവരാൻ വിട്ടുപോയതാണ്, അവിടെയാണ് ക്യാഷ് കൊടുക്കുന്നത്. ആ പെണ്ണിന്റെ പിന്നാലെ തീരുമാനിക്കുകയാണ്, ഏതുവരെ നടന്നു പോകുന്നു. ഹത്താ അത് ഹൽതനി ഫീ ഖസ്രിൻ വലിയ വിശാലമായ കൊട്ടാരത്തിലേക്കാ കടന്നു പോകുന്നത്. ആ കൊട്ടാരം അമ്പരച്ചുണ്ടിയായ കൊട്ടാരമാണ്. കാണാൻ നല്ല അലങ്കാരമുള്ള ഫർദീസാൽ അലങ്കരിച്ച വലിയ കൊട്ടാരമാണ്. എല്ലാ നിരത്തും വളരെ ആകർഷണീയതയോടുകൂടെ ഓരോന്നും ദർശിക്കുകയാണ്. എന്നിട്ടാ പെണ്ണിന്റെ പിന്നാലെ, കിളവിയായ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ഏതുവരെ എത്തുന്നു? കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് കൂടാരങ്ങളുണ്ട്. കൊട്ടാരത്തിന്റെ അകത്തുള്ള കൂടാരങ്ങളിലേക്ക്, ടെന്റുകളിലേക്കാ കയറി ചെല്ലുന്നത്. അതിന്റെ അകത്ത് ചെല്ലുന്നു, എല്ലാം വളരെ ആനന്ദത്തോടെ നോക്കി കാണുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നതാ എന്റെ കൂടെ വന്ന ആ പെണ്ണ്, വൃദ്ധയായ പെണ്ണ്, കിളവിയായ ഉമ്മ പെട്ടെന്ന് മറയുകയാണ്, അപ്രതീക്ഷമാവുകയാണ്. ആ പെണ്ണിനെ പിന്നെ കാണാനില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ കൊട്ടാരത്തിൽ നിന്ന് ഓടാനൊരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് അത്? എന്റെ മുമ്പിൽ പെട്ടെന്നൊരു കട്ടില് കാണുകയാണ്. അലീഹ ശരീറുൻ, ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ മുകളിൽ നല്ല കാണാൻ അഴകുള്ള ചന്തമുള്ള നല്ല
കാണാൻ സൗന്ദര്യവതിയായ സുമുഖയായൊരു പെണ്ണ് ആ കട്ടിലിന്റെ മുകളിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്, ഇരുന്നിട്ടുണ്ട്. ആ പെണ്ണ് എന്നെയും പ്രവേശിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ഈ ഹറാമായ പ്രവർത്തനത്തിലില്ല. എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ ഒരു ഹറാമായ പെണ്ണിനെ ഞാൻ ദർശിച്ചിട്ടില്ല, ഒരൊറ്റ മോശത്തരം പോലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു നിലക്കും എനിക്ക് പെണ്ണുമായിട്ടുള്ള അവിഹിത ബന്ധത്തിന് എന്നെ കിട്ടൂല. ഈ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു ഓടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, കൊട്ടാരത്തിന്റെ പുറത്തു ഭാഗത്തുള്ള ഡോറുകൾ, കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, അല്ലാഹ് എങ്ങനെ രക്ഷപ്പെടും? എന്റെ കൂടെ വന്ന കിളവിയായ പെണ്ണ്, വൃദ്ധയായ ഉമ്മയെ എനിക്ക് കാണാനില്ല. ഞാൻ പുറത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവിടെയും വാതിലുകൾ അടക്കപ്പെട്ടു കഴിയുന്നു. മുമ്പിലാണെങ്കിലോ എന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നൊരു പെണ്ണ്. ആ പെണ്ണ് ഈ ചെറുപ്പക്കാരനോട് പറയുന്നു, നീ എന്തിനാ പേടിക്കുന്നത്? നീ ഇങ്ങോട്ട് കടന്നു വരൂ, എന്റെ ശരീരം നിനക്കുള്ളതാണ്, എന്റെ നഗ്നഭാഗങ്ങൾ കണ്ട് നീ ആസ്വദിക്കൂ എന്ന രൂപത്തിൽ ഈ പെണ്ണ് ചെറുപ്പക്കാരനെ മാടി വിളിക്കുകയാണ്. ചെറുപ്പക്കാരൻ റബ്ബിനെ പേടിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് 3 വട്ടം അല്ലാഹ് 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 3 വട്ടം രാജാതിരാജനായ റബ്ബിനെ വിളിക്കുകയാ. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹ് എനിക്കൊന്ന് രക്ഷപ്പെടണം, ഒരു മാർഗം കാണിച്ചു തരണമെല്ലാഹ്. ഞാൻ വല്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, റബ്ബേ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? എന്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ തട്ട് കടയിൽ ജോലിക്ക് നിന്നതിന്റെ പേരിലോ എന്നെ നീ പരീക്ഷിക്കുകയാണോ? അല്ലാഹ് എനിക്ക് റബ്ബേ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നൽകണമെന്നുള്ള എന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ ആ മുന്നിലിരിക്കുന്ന പെണ്ണ് പറയുകയാണ്, എന്തിനാടാ നീ കരയുന്നത്? നീ എന്ന് ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് ഈ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് മാറിടത്തിലേക്ക്, ആ ശരീരത്തിന്റെ ഹറാമായ നഗ്നഭാഗങ്ങളിലേക്ക് വിളിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല, വലിയ വിഷമത്തിലാണ്. ആ സമയത്ത് ആ പെണ്ണിനോടൊരു സൂത്രം പറഞ്ഞൊപ്പിക്കുന്നത്. പെണ്ണിനോട് പറയുന്നു, പെണ്ണേ എനിക്കൊന്ന് ടോയ്ലറ്റിലേക്ക്, കക്കൂസിലേക്ക് പോകണം, എനിക്കൊന്ന് ഹലായിലേക്ക് പോകണം, എനിക്കൊന്ന് പ്രാഥമികമായ ആവശ്യം വിസർജനം നടത്തണം, എനിക്കൊന്ന് ആവശ്യം നിറവേറ്റണം, അതിന് വേണ്ടി നീ സമയം തരണം. പെണ്ണ് പറയുന്നു, ഏതായാലും നീ സമയം ഈ കക്കൂസിലേക്ക്, ടോയ്ലറ്റിലേക്ക് പെട്ടെന്ന് പോയി നിന്റെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരണം, നിന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, ഏതായാലും അങ്ങനെ അതിന്റെ പേര് ടോയ്ലറ്റിലേക്ക് എന്ന രൂപത്തിൽ കൊട്ടാരത്തിന്റെ റൂമിൽ നിന്ന് പുറത്തു പോയിട്ട് അങ്ങനെ തന്നെ ഓടി രക്ഷപ്പെടാമെന്നാണ് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത്. പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോവാൻ ഒരുങ്ങുമ്പോ പെണ്ണ് പറയുന്നു, എടാ എവിടേക്കാടാ പോകുന്നത്? നിനക്ക് ടോയ്ലറ്റിലേക്കല്ലേ പോവേണ്ടത്? എന്റെ റൂമിന്റെ ഈ ഭാഗത്ത് തന്നെ ഒരു അറ്റാച്ച്മെന്റ് കക്കൂസ് ടോയ്ലറ്റ് ഇവിടെയുണ്ട്, അതിലേക്ക് പെട്ടെന്ന് ചെന്നിട്ട് നിന്റെ ആവശ്യം നിറവേറ്റി ഇങ്ങോട്ട് കടന്നു വരണം, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാ. അങ്ങനെയതാ ചെറുപ്പക്കാരൻ ആ സമയത്തൊരു സൂത്രമൊപ്പിച്ച് തന്ത്രം മെനഞ്ഞുകൊണ്ട് പെട്ടെന്നതാ ടോയ്ലറ്റിലേക്ക് ചെല്ലുകയാ. രക്ഷപ്പെടാനൊരു മാർഗം വേണം, അങ്ങനെ ചിന്തിച്ചിട്ടൊരു പോംവഴിയുമില്ല. അങ്ങനെയാ ഈ സുഹൃത്ത് ചെറുപ്പക്കാരൻ അവിടെ വിസർജിക്കുകയാ, മലമൂത്ര വിസർജനം നടത്തുകയാ.
എന്നിട്ട് ഒരു മോശമെന്ന് തോന്നിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി മുതിരുകയാണ്. എന്താണത്? ആ ചെറുപ്പക്കാരന്റെ സ്വന്തം കൈകൊണ്ട്, സുന്ദരമായ കൈകൊണ്ട് ആ കാഷ്ടിച്ച കാഷ്ടം വിസർജന വസ്തു എടുക്കുകയാണ്. എന്നിട്ട് സുന്ദരമായ മുഖത്തിലേക്ക്, വദനത്തിലേക്ക് തേച്ചു കൊടുക്കുകയാ, കയ്യിലേക്ക് പുരട്ടിക്കൊടുക്കുകയാ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തേച്ചു കൊടുക്കുകയാ. വലിയ ദുർഗന്ധമുണ്ട്, വാസനയുണ്ട്, സ്മെല്ലുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാണ്? പെണ്ണിന്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത്. ഏതായാലും ഇങ്ങനെ മുഖത്തേക്ക് കാഷ്ടം തേച്ച് കയ്യിലേക്കും ശരീരത്തിലേക്ക് നജസാകുന്ന ആ കാഷ്ടം തേച്ച് എടുത്തിട്ട് മുഖത്തേക്കെല്ലാം പുരട്ടിയിട്ട് ഈ പെണ്ണ് താമസിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാ. പെട്ടെന്നതാ പെണ്ണ് ഈ പുരുഷന്, ചെറുപ്പക്കാരനെ പ്രതീക്ഷിച്ചുകൊണ്ട് കട്ടിലിന്റെ മുകളിലിരിക്കുന്ന പെണ്ണിനെ കാണാനിട വരുന്നത് ഒരു ഭീകരജീവിയെപ്പോലെ ആകെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ കടന്നു വന്നൊരുത്തനെ കണ്ടപ്പോ അന്ത മജ്നൂൻ, മനുഷ്യനാ, ടോയ്ലറ്റിലേക്ക് കടന്നു പോകുമ്പോ നല്ല കാണാനഴകുള്ളവനാ. പക്ഷേ പുറത്തു വരുമ്പോ അവന്റെ കോലത്തിന്റെ രൂപം തന്നെ മാറിയല്ലോ. ഒരു നിലക്കുന്നവനെ അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇതും പറഞ്ഞിട്ട് പെണ്ണ് ചെറുപ്പക്കാരൻ നാട്ടിയോടിക്കുന്നു. ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ തുറന്നിട്ട വാതിലിലൂടെ ഓടുകയാണ്. റബ്ബിനെ സ്തുതിക്കുകയാ. കാരണമെന്താണ്? അല്ലാഹ് വലിയൊരു കുരുക്കിൽ നിന്ന്, കുടുക്കലിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ആ പെണ്ണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ല റബ്ബേ എന്ന സന്തോഷവും ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്തുള്ള ടെൻഷൻ എന്താണ്? എന്റെ മുഖത്തേക്ക് അതേ കാഷ്ടം തേച്ച് കൊടുത്തതിന്റെ പേരിൽ കയ്യിലേക്കും ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഈ നജസായ അച്ഛിഷ്ടമായ വിസർജന വസ്തു പുരട്ടിയതിന്റെ പേരിൽ വല്ലാത്ത നാറ്റമുണ്ട്, വല്ലാത്ത സ്മെല്ലുണ്ട്, ദുർഗന്ധമുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങുകയാണ്. മുഖത്തും കയ്യിലും പുരട്ടിയിരിക്കുന്ന കാഷ്ടമെല്ലാം നീക്കിക്കളയുകയാണ്. എന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ആ കുളത്തിൽ നിന്ന് പുറത്തു വരുന്നു. പക്ഷേ ആ സ്മെല്ലിന് ഒരു നിലക്കുള്ള കുറവില്ല. അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രയാസം തോന്നുകയാണ്. ഞാൻ നടക്കുമ്പോ മറ്റുള്ള ആളുകൾക്ക് എന്റെ ദുർഗന്ധം വരും. എന്റെ മുഖത്ത് പുരട്ടിയ കാഷ്ടത്തിന്റെ അംശം അത് എന്റെ മുഖത്തുണ്ടാകുന്ന രൂപത്തിൽ അതിന്റെ സ്മെല്ല് ബാക്കിയുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ട അത് വലിയ പ്രയാസമല്ലേ. അങ്ങനെ രാത്രി മനുഷ്യൻ വീട്ടിൽ കിടന്നിറങ്ങുന്ന സമയത്ത് അതാ കടന്നു വരുന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാ കടന്നു വരുന്നത്. എന്നിട്ടാ മനുഷ്യൻ ചോദിക്കുകയാ, മോനെ നിന്റെ കാര്യമോർക്കുമ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാ. എന്തുകൊണ്ടാണ് ഒരു പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാ? നീ കാണിച്ച തന്ത്രമുണ്ടല്ലോ. അന്ന് യൂസുഫ് നബിക്ക് സുലൈഖ ബീവിയിൽ നിന്നുണ്ടായ അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. മോനെ നിനക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ മുഖത്തേക്ക് നജസായ കാഷ്ടം പോലും നീ തേച്ചു കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടുവല്ലോ മോനെ. നീ റബ്ബിനെ പേടിക്കുന്ന ചെറുപ്പക്കാരനാണല്ലോ. എന്നിട്ട് വന്ന മനുഷ്യന് ആ മനുഷ്യന്റെ സുന്ദരമായ കരങ്ങൾ കൊണ്ട് മുഖത്ത് തടവി കൊടുക്കുന്നു. ഏതെല്ലാം ഭാഗത്ത് നജസ് തേച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെല്ലാം സർഫാക്കപ്പെട്ട കൈകൊണ്ട് തടവി കൊടുക്കുകയാ.
എന്നിട്ടേതോ ആ ചെറുപ്പക്കാരൻ വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനോട് ചോദിക്കുന്നു, അത്തഅരിഫുനീ, നിനക്ക് എന്നെ പരിചയമുണ്ടോ? എന്നെ നേരത്തെ തന്നെ നിനക്ക് അറിയുമോ? ആ സമയത്ത് പറയുകയാ, നിങ്ങളെനിക്ക് പരിചയമില്ല, നിങ്ങൾ ആരാണെന്നറിയൂല, നിങ്ങളെ പേരെന്ന് പറഞ്ഞു തന്നിരുന്നതെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ വന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഞാനാണ് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നെ അല്ലാഹുവിൽ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞേറ്റതാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിലാ ഞാൻ കടന്നു വന്നത് എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ അന്ന് ആ സമയത്ത് തന്നെ അപ്രത്യക്ഷമാകുകയാ, ആ സമയത്ത് തന്നെ മാഞ്ഞു പോകുകയാണ്. പിന്നീട് ചരിത്രം പറയുകയാണ്, ഈ ചെറുപ്പക്കാരനെ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്നത് മഅറൂഫുൽ മിസ്കീൻ. കാരണം എന്താണ്? ഈ തടവിക്കൊടുത്ത ഭാഗങ്ങളിൽ നിന്നല്ല നല്ല മണം, നല്ല വാസന, നല്ല സ്മെല്ല്, നല്ല സുഗന്ധം, പരിമളം പരിസരങ്ങളിൽ അടിച്ചു വീശുകയാ. കസ്തൂരിയെപ്പോലും കവച്ചു വെക്കുന്ന നല്ല മണമാണ്. മഅറൂഫുൽ മിസ്കി എന്ന പേരിലാ പിൽക്കാലത്ത് ഈ ചെറുപ്പക്കാരൻ അറിയപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, ഈ ചരിത്രം വിശദീകരിച്ചത്? അതേ, ആ എല്ലാവർക്കും സാഹചര്യം അനുകൂലമായ സമയത്ത് പോലും രാജാതിരാജനായ റബ്ബിനെ പേടിച്ചിട്ട് ഒരു ഫിത്നയിൽ നിന്ന്, ഹറാമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാ അല്ലാഹു വലിയ അംഗീകാരം കൊടുത്തത്. അതേ മഹാന്മാരായ മലക്കുകളുടെ അവിടുത്തെ പൂർണ്ണമായ ആശീർവാദം നൽകിയത്, ആ സന്തോഷം അറിയിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരേ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഹറാമ് തോന്നിപ്പിച്ച ആ സമയം തന്നെ നമ്മൾ പൂർണ്ണ ഹിമ്മത്തോടുകൂടെ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാ നമുക്ക് വലിയ രൂപത്തിൽ സാധിച്ചു കിട്ടിയ നമ്മൾ എന്തിനെ പേടിക്കണം, നമ്മൾ രക്ഷപ്പെടുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങളുടെ നാട്ടിൽ അത്തരക്കാരുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞങ്ങളെ കാസർഗോഡ് നാട്ടിൽ ചില ഭാഗങ്ങൾ സാധാരണ കാണാറുണ്ട്. ഏത് വിഷയം വന്നാലും പത്രങ്ങൾ ഓരോ ദിവസം എടുത്തു നോക്കിയാലും കാണുന്നത് മുസ്ലിം നാമധാരികളാ. എന്തിന്റെ പേരിലാ? ഏതെങ്കിലും ഏതെങ്കിലും കവർച്ച കേസുകൾ, ഏതെങ്കിലും ബാങ്ക്, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറി, ഇതെല്ലാം കൊള്ളയടിച്ചതിന്റെ പേരിൽ പ്രതികളുടെ സ്ഥാനത്ത് ഫോട്ടോ കാണുന്നത് മുസ്ലിം നാമധാരികളാ. അല്ലെങ്കിൽ പെൺവാണിഭ സംഘത്തിൽപ്പെട്ടവർ മുസ്ലിങ്ങളാണ്. ഏതെങ്കിലും ഏത് മോശത്തരം, കള്ളക്കടത്ത്, കൊക്കൈൻ, മയക്കുമരുന്ന്, ലഹരിക്കും, അതുപോലെ പന്നസാലയ്ക്ക് അടിമപ്പെട്ടവർ, കഞ്ചാവിന് അടിമപ്പെട്ടവർ, ഇങ്ങനെ പല പേരുകളും കാണുമ്പോൾ വലിയ അവശമം തോന്നുകയാ. മുസ്ലിം നാമധാരികളാ. അല്ലാഹു നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ തെറ്റുകളിൽ നിന്ന് ഇങ്ങനെ ഇന്നെ പേടിച്ച് ജീവിച്ച് നല്ല ഹബീബിനെ സ്നേഹിച്ച് ദീനിയായ പ്രവർത്തനത്തിൽ ഇനിയും ഒരുപാട് കാലം സജീവമാകാൻ അല്ലാഹുവേ ഈ നാട്ടിലുള്ള നല്ല ചെറുപ്പക്കാരന് തൗഫീഖ് നൽകണമെന്നല്ലോ. അതേപോലെ ഉമ്മപെങ്ങന്മാർ, നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർ നല്ല ദീനബോധമുള്ള ഉമ്മമാരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചില സ്ഥലങ്ങളിലുണ്ട് ഹിജാബ് ധരിക്കൂല, പ്രത്യേകിച്ചും കർണാടകയുടെ ഈ ഭാഗങ്ങളിലും, അതുപോലെ നമ്മുടെ കാസർഗോഡ് ഈ കർണാടക തൊട്ടുരുമി നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല പർദ്ദകൾ ധരിക്കും. പക്ഷെ ഇന്ന് പർദ്ദകളും ഒരു ബോഡി ഷേപ്പ് പൂർണ്ണമായും കാണിക്കുന്ന പർദ്ദകൾ, ശരീരത്തിന്റെ ഉയർന്ന ഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ച് തള്ളിപ്പിടിക്കുന്ന, പുറത്ത് നടക്കുന്ന ആളുകൾക്ക് പോലും ആകർഷീയമാക്കുന്ന, അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം പോലും വെളിവാക്കുന്ന രൂപത്തിലുള്ള പർദ്ദകൾ, ബോഡി ഫുഡ് പർദ്ദകൾ, അത് നമ്മൾ ധരിക്കാൻ പാടില്ല. ഒരു യഥാർത്ഥ മാതാവിന്, ഉമ്മയ്ക്ക് ഒരു യഥാർത്ഥ വസ്ത്ര രീതിയുണ്ട്. നമ്മുടെ റോൾ മോഡൽ അത് മഹദിയായ ഫാത്തിമ ബീവിയ.
നമ്മളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരെ, നമ്മുടെ മുടി എങ്ങനെയാണ് നമ്മൾ ഷേവ് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത്, ഷേപ്പ് ചെയ്യേണ്ടത് എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. ഇല്ലായെങ്കിൽ നമ്മളെ തോന്നിയതിനനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും സിനിമാ നടന്മാരെയോ ക്രിക്കറ്റ് താരങ്ങളെയോ